എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പട്ടിണി സമരം അവസാനിപ്പിച്ചു. ദുരിതബാധിതരുടെ പട്ടികയിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. ദുരിതബാധിതരെ നിശ്ചയിക്കുന്നതിന് പഞ്ചായത്ത് അതിർത്തി മാനദണ്ഡമാക്കില്ല. 2017-ൽ 18 വയസ്സിൽ താഴെ പ്രായമുണ്ടായിരുന്നവരെ ദുരിതബാധിതരുടെ പട്ടികയിൽ ഉടൻ ഉൾപ്പെടുത്താനും തീരുമാനമായി. 2017-ൽ പ്രത്യേക മെഡിക്കൽ ക്യാമ്പിൽ നടന്ന പരിശോധനയിൽ തയ്യാറാക്കിയത് 1905 പേരുടെ പട്ടിക. ഇതിൽ 364 പേർക്ക് മാത്രമാണ് ദുരിതബാധിതർക്കുള്ള സഹായങ്ങൾ ലഭിക്കുന്നത്. മറ്റുള്ളവരിൽ അന്ന് 18 വയസ്സിൽ താഴെ പ്രായമുണ്ടായിരുന്ന കുട്ടികളെ ഇനി എൻഡോസൾഫാൻ ആനുകൂല്യത്തിന്റെ പരിധിയിൽ ഉടൻ ഉൾപ്പെടുത്തും. ഇക്കാര്യത്തിൽ സമരസമിതി നേതാക്കൾക്ക് മുഖ്യമന്ത്രി നേരിട്ട് ഉറപ്പ് നൽകി. ജില്ലാ കലക്ടറെ ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടിയെടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുന്നതാണ്. നേരത്തെ മെഡിക്കൽ സംഘം ശുപാർശ ചെയ്തവരുടെ കാര്യത്തിൽ വീണ്ടും പരിശോധന നിർബന്ധമില്ല. ജില്ലാ കളക്ടർ ഇക്കാര്യത്തിൽ ആവശ്യമായ പരിശോധന നടത്തി തീരുമാനമെടുക്കും. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിക്കുകയാണെന്ന് സമരസമിതി കൺവീനർ. സമരം ഞങ്ങൾ ഇവിടെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ സമരം അവസാനിപ്പിക്കുകയാണ്. നേരത്തെ 11 പഞ്ചായത്തുകൾ മാത്രമാണ് ദുരിതബാധിത പ്രദേശങ്ങളായി നിശ്ചയിച്ചിരുന്നത്. ഇനി 27 പഞ്ചായത്തിലും 3 മുനിസിപ്പാലിറ്റികളിലും ഉൾപ്പെടുന്നവരെ ദുരിതബാധിതർക്കുള്ള സഹായത്തിന് പരിഗണിക്കും. ഈ മാസം അവസാനത്തോടെ 2 ബഡ് സ്കൂളുകൾ തുറക്കും. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി കെ ശൈലജയുടെയും റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെയും സാന്നിധ്യത്തിലെടുത്ത തീരുമാനങ്ങളും ഈ ഒത്തുതീർപ്പിന്റെ ഭാഗമായി നടപ്പാക്കും. പുനരധിവാസ പദ്ധതിയുടെ ആദ്യഘട്ടം 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുട്ടികളും അമ്മമാരും ക്ലിഫ് ഹൌസിലേക്ക് നടത്തിയ സങ്കടയാത്രയാണ് സർക്കാരിന്റെ അടിയന്തര ഇടപെടലിന് വഴിയൊരുക്കിയത്. ദുരിതബാധിതരായ കുട്ടികളടക്കം കാൽനടയായി നീങ്ങിയെങ്കിലും മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ഇവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. കുട്ടികളെ പ്രദർശിപ്പിച്ചുള്ള സമരം എന്ന ആരോഗ്യമന്ത്രിയുടെ വിമർശനമാണ് ഇവരെ പ്രകോപിപ്പിച്ചത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിൽ നിന്നാണ് സങ്കടയാത്ര ആരംഭിച്ചത്. ദുരിതബാധിതരായ കുട്ടികളും അമ്മമാരും യാത്രയിൽ അണിനിരന്നു. കാൽനടയായി മുന്നോട്ട്. അല്പദൂരം പിന്നിട്ടപ്പോൾ കുട്ടികളെ വാഹനത്തിൽ കൊണ്ടുപോകണമെന്ന് മുതിർന്ന നേതാക്കൾ അഭ്യർത്ഥിച്ചു. ആദ്യം വിസമ്മതിച്ചെങ്കിലും VM സുധീരൻ അടക്കമുള്ളവരുടെ നിർബന്ധത്തിന് അമ്മമാർ വഴങ്ങി. തുടർന്ന് ദുരിതബാധിതരായ കുട്ടികളുടെ അമ്മമാർ കാൽനടയായി യാത്ര തുടർന്നു. ക്ലിഫ് ഹൌസിന് സമീപം പ്രതിഷേധം പോലീസ് തടഞ്ഞു. സങ്കടയാത്ര ആരംഭിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമരസമിതി നേതാക്കളെ ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിക്കുകയായിരുന്നു. അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷ ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് കുട്ടികളെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള സമരരീതി തെറ്റാണെന്നും സമരം എന്ത് ലക്ഷ്യം മുൻനിർത്തിയാണെന്ന് അറിയില്ലെന്നുമുള്ള ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇന്നും വലിയ വിമർശനങ്ങൾ ഉയർന്നു. അവര് ഒരു ക്രൂരമായി പോയി ആ പദപ്രയോഗം. മന്ത്രി പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. കേരളീയ പൊതുസമൂഹം ആർക്കും മാപ്പ് കൊടുക്കില്ല. ഈ അമ്മമാർ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്ത് ചെയ്യണം? ദയവായി അവരെ പരിഹസിക്കരുത്. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി എന്റെ ബഹുമാനിയായ സഹോദരി ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. ഈ ശൈലജ ടീച്ചർ ഇതിനു മുമ്പ് ഒരുപാട് കുട്ടികളെ കൊണ്ടുള്ള സമരത്തിൽ അവരുടെ കൂടെ നിന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും. അന്ന് പ്രതിപക്ഷമായിരുന്നു. ഇന്ന് അവർ ഭരിക്കുമ്പോൾ ഇത് പ്രദർശനമാകുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി KPC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്രയ്ക്ക് കാസർകോട് തുടക്കമായി. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി യാത്ര ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയെ രക്ഷിക്കാനുള്ള ഏകമാർഗം മോദിയെ താഴെയിറക്കലാണെന്നും CPM-ന് തെരഞ്ഞെടുപ്പിൽ ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകണമെന്നും ആന്റണി പറഞ്ഞു. നാളെ വൈകിട്ട് യാത്ര കണ്ണൂരിലേക്ക് പ്രവേശിക്കും. വിവിധ ജില്ലകളിലെ പര്യടനത്തിന് ശേഷം 27-ന് തിരുവനന്തപുരത്തെത്തുന്ന യാത്ര 28-ന് സമാപിക്കും. CMP CPM-ൽ ലയിച്ചു. കൊല്ലത്ത് നടന്ന ലയന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. CMP ജനറൽ സെക്രട്ടറി MK കണ്ണൻ ലയന പ്രമേയം അവതരിപ്പിച്ചു. CMP നേതാക്കളെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ചു. ഒരേ നിലപാടുള്ള പാർട്ടിയായതിനാൽ ഒന്നായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചുവെന്ന് ലയന സമ്മേളനം അവതരിപ്പിച്ച പ്രമേയത്തിൽ പറയുന്നു. ബദൽ നയം ഉള്ളവരാണ് രാജ്യത്ത് അധികാരത്തിൽ എത്തേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലയന സമ്മേളനത്തിൽ പറഞ്ഞു. ഇടതുപക്ഷത്തിന് മാത്രമാണ് ബദൽ നയം സ്വീകരിച്ച് മുന്നോട്ടു പോകാൻ കഴിയുകയെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള വികാരം ജനങ്ങളിലുണ്ട്. പക്ഷെ അതിന് മൂർത്തമായി രൂപം കൊടുക്കാൻ, അതൊരു പ്രതിഷേധമായി രൂപം കൊള്ളാൻ, ഇതിനോട് പ്രതികരിക്കണമെന്ന ബോധം ജനങ്ങളിൽ ഉണ്ടാകാൻ എല്ലാം ഈ ഇടതുപക്ഷ ഇടപെടൽ വഴിവെച്ച് രാജ്യത്ത് BJP-യും
കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന ജനദ്രോഹ നയങ്ങളെ ഓരോന്നോരോന്നും തുറന്നു കാണിച്ചത് ഇടതുപക്ഷമാണ് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. രണ്ടാം സീറ്റിൽ 2 തട്ടിൽ. രണ്ടാം സീറ്റിനായി അതിശക്ത നീക്കങ്ങളുമായി പി ജെ ജോസഫ് മുന്നോട്ടു പോകുന്നതിനിടെ അയഞ്ഞ നിലപാടുമായി കെ എം മാണി. രണ്ടാം സീറ്റിന്റെ പേരിൽ മുന്നണിയെ സമ്മർദ്ദത്തിലാക്കാനില്ല എന്ന് മാണി വ്യക്തമാക്കി. മാണിയുടെ ഈ നിലപാട് കേരള കോൺഗ്രസ് എമ്മിലെ തർക്കങ്ങൾ രൂക്ഷമാക്കും. തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ചർച്ച വെച്ചിരിക്കുന്നത്. 12-ാം തീയതി ചർച്ചയുണ്ട്. 71-ലാണ് കോൺഗ്രസുമായിട്ടുള്ള ആദ്യ സഖ്യ പാർലമെൻറ്റിൽ 3 സീറ്റ് അന്ന് ലഭിച്ചു. 3 പേരും ജയിക്കുകയും ചെയ്തു. ആർ ബാലകൃഷ്ണമുള്ള, വർക്കി ജോർജ്, എം എം ജോസഫ്. പിന്നെ 77-ൽ ഉണ്ടാക്കിയ സഖ്യത്തിലും 2 സീറ്റുണ്ടായിരുന്നു. 2 സീറ്റും ജയിച്ചു. കേരള കോൺഗ്രസിന് 2ാം സീറ്റെന്ന ആവശ്യത്തിൽ പി ജെ ജോസഫ് വിട്ടുവീഴ്ചയ്ക്കില്ല. പക്ഷേ 2 സീറ്റെന്ന ആവശ്യം പേരിന് മാത്രം ഉന്നയിക്കുന്ന മാണി യഥാർത്ഥത്തിൽ നിലപാട് മയപ്പെടുത്തുകയാണ്. മുന്നണിയെ സമ്മർദ്ദത്തിലാക്കാനില്ലെന്ന് മാണി. കേരള കോൺഗ്രസ് 1 സീറ്റും കൂടി ചോദിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നു. അത് സാധിച്ചു കിട്ടും എന്നുള്ളതാണ് ഞങ്ങളായിട്ട് തന്നെ പ്രതിസന്ധിയിലാക്കുന്നത്. 2ാം സീറ്റ് ലഭിച്ചാൽ അത് ജോസഫ് വിഭാഗത്തിന് നൽകേണ്ടി വരുമെന്ന് മാണിക്കറിയാം. അങ്ങനെയെങ്കിൽ അത് പാർട്ടിക്കുള്ളിലെ ബലാബലത്തിൽ മാറ്റമുണ്ടാക്കും. മാണിയും ഒപ്പമുള്ളവരും അത് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പിന്നോട്ടുപോക്ക് അത്ര എളുപ്പവുമല്ല. ഒട്ടും അയയില്ല എന്ന നിലപാട് തന്നെയാണ് ജോസഫ് പറയുന്നത്. പാർട്ടിക്കുള്ളിലെ അധികാര കേന്ദ്രങ്ങളുടെ ഈ തർക്കം ഏതുവരെ എത്തും? അതാണ് ഇനി അറിയാനുള്ളത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി സീറ്റ് ആവശ്യപ്പെട്ട കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെതിരെ കോൺഗ്രസ് ജില്ലാ ഘടകം രംഗത്ത്. സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടു നൽകില്ല എന്ന് DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ അറിയിച്ചു. ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്ന ആവശ്യവും ജില്ലാ ഘടകത്തിൽ ശക്തമായിട്ടുണ്ട്. ഈ സീറ്റ് കോൺഗ്രസിന്റെ പൈതൃകമായി വർഷങ്ങളായി കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റാണ്. ഈ സീറ്റിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് ഞങ്ങൾ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തന പരിചയമില്ലാത്തവർ സ്ഥാനാർത്ഥികളാകില്ല എന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സ്ത്രീകൾക്കും യുവാക്കൾക്കും സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണന ഉണ്ടാവും. ഘടകകക്ഷികൾക്കിടയിൽ ഭിന്നിപ്പില്ലെന്നും മുല്ലപ്പള്ളി കാസർകോട്ട് പറഞ്ഞു. പ്രവർത്തന പരിചയമില്ലാത്തവരെ വല്ലവരും ആക്സെപ്റ്റ് ചെയ്യോ? ഒരു സമൂഹത്തിൽ ആക്സെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞ എലിമെന്റ് ഇല്ലാത്ത ആരെങ്കിലും വോട്ട് കിട്ടുമോ? ഇപ്പോൾ കാൻഡിഡേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഴയ കാലത്തെ പോലല്ല. സ്ഥാനാർത്ഥി ആരാണ്? വോട്ടർമാരൊരു വലിയ അളവോളം ആ സ്ഥാനാർത്ഥിയെ നോക്കും. മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേശീയ രാഷ്ട്രീയത്തിലെ ചലനങ്ങൾ, ആ ചിത്രങ്ങളൊക്കെ തന്നെ ജനങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ആരാണ് സ്ഥാനാർത്ഥി, അതൊരു മുഖ്യ വിഷയമായിരിക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ. സംശയം വേണ്ട. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബെറിഞ്ഞ കേസിലെ മുഖ്യപ്രതി RSS നേതാവ് പ്രവീൺ അറസ്റ്റിൽ. ആലപ്പുഴ സ്വദേശിയായ പ്രവീണിനെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പിടികൂടിയത്. പ്രവീൺ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടുപ്രതിയായ നെടുമങ്ങാട് സ്വദേശി അഭിജിത്തിനെയും പോലീസ് പിടികൂടി. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 29ആയി. ട്രെയിനിൽ തമിഴ്നാട്ടിലേക്ക് കടക്കുമെന്ന രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് രാവിലെ RSS നേതാവ് പ്രവീണിനെ അറസ്റ്റ് ചെയ്തത്. നെടുമങ്ങാട് DYSP അശോകന്റെ നേതൃത്വത്തിലുള്ള സംഘം റെയിൽവേ സ്റ്റേഷനിലെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രവീണിനൊപ്പം നെടുമങ്ങാട് സ്വദേശി ശ്രീജിത്തും അറസ്റ്റിലായി. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അഭിജിത്തിനെ പിടികൂടിയത്. വെമ്പായത്ത് നിന്നാണ് അഭിജിത്തിനെ അറസ്റ്റ് ചെയ്തത്. പ്രവീൺ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. നൂറിനാട് കേസിൽ പ്രതിയാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. അടൂരിലൊരു കേസിൽ പ്രതിയാണ്. ആലപ്പുഴ മല്ലപ്പള്ളിയിൽ കേന്ദ്രീകരിച്ച് വളരെയധികം കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ജനുവരി 3-ന് ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ ദിനത്തിലായിരുന്നു RSS നേതാവായ പ്രവീണും സംഘവും പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത്. സ്റ്റേഷനിലേക്ക് പ്രവീൺ 4 തവണ ബോംബെറിയുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇവരുടെ അറസ്റ്റോടെ ബോംബേറ് കേസിൽ 29 പ്രതികൾ പിടിയിലായി. നെടുമങ്ങാട് SI ആക്രമിച്ചതിന് അറസ്റ്റിലായ പ്രതികളെ മോചിപ്പിക്കാനായിരുന്നു പ്രവീണും സംഘവും പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയെ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിചാരണ നടപടിയുടെ ഭാഗമായി നാളെ കേസ് പരിഗണിക്കും. 27 പ്രതികളുള്ള കേസിൽ 16 പേരുടെ വിചാരണയാണ് ആരംഭിക്കുന്നത്. പോലീസ് സമർപ്പിച്ച 1ാം ഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെട്ട ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായ 16 പ്രതികളാണ് ആദ്യ വിചാരണ നേരിടുന്നത്. ഇതിൽ കുറ്റപത്രം നൽകിയ 9 പ്രതികളെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞുള്ളൂ. ഇവരിൽ തന്നെ 5 പേരിപ്പോൾ ജാമ്യത്തിലുമാണ്. 27 പ്രതികളുള്ളതിൽ 19 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും സംഭവത്തിൽ നേരിട്ട് ബന്ധമുള്ള 1 മുതൽ 16 വരെയുള്ള പ്രതികൾക്കാണ് കുറ്റപത്രം നൽകിയത്. 17 മുതൽ 27 വരെയുള്ള പ്രതികൾക്ക് കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. വിചാരണ നടപടിയുടെ ഭാഗമായി മജിസ്ട്രേറ്റ് കോടതി കേസ് വിചാരണ കോടതിക്ക് കൈമാറി.
തുടർന്ന് വിചാരണ കോടതി പ്രതികൾക്ക് നോട്ടീസ് അയച്ചു. ശേഷിക്കുന്ന പ്രതികൾക്കെതിരെയുള്ള 2ാം ഘട്ട കുറ്റപത്രം പോലീസ് ഉടൻ സമർപ്പിക്കും. കഴിഞ്ഞ ജൂലൈ 2-നാണ് അഭിമന്യു കുത്തേറ്റ് മരിച്ചത്. ന്യൂസ് 18 കൊച്ചി. INX മീഡിയ കേസിൽ പി ചിദംബരത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി. കേന്ദ്ര നിയമ മന്ത്രാലയമാണ് സിബിഐക്ക് അനുമതി നൽകിയത്. കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്തേക്ക് വിളിച്ചുവരുത്തി ചിദംബരത്തെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ഇടപാടുമായി ബന്ധമില്ല എന്നായിരുന്നു ചിദംബരത്തിന്റെ വാദം. ചട്ടങ്ങൾ മറികടന്ന് INX മീഡിയയ്ക്ക് വേണ്ടി വിദേശ നിക്ഷേപം സ്വീകരിക്കാൻ അനുമതി നൽകിയെന്നാണ് ചിദംബരത്തിനെതിരായ ആരോപണം. പകരം മകനെ സഹായിക്കണമെന്ന് INX മീഡിയയോട് ചിദംബരം ആവശ്യപ്പെട്ടുവെന്ന് സിബിഐ പറയുന്നു. ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരത്തെ സിബിഐ നേരത്തെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ഇന്ത്യയിലും വിദേശത്തുമായി കാർത്തിയുടെ 54 കോടി രൂപയുടെ ആസ്തി കണ്ടുകെട്ടിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സിബിഐ നടപടികൾ ഊർജിതമാകുന്നത് കോൺഗ്രസിന് തിരിച്ചടിയാവും. അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിച്ച വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ വീണ്ടും കശ്മീരിൽ എത്തുമെന്ന് ലേയിൽ നടന്ന പൊതുപരിപാടിയിൽ മോദി പറഞ്ഞു. 3000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് മോദി ഇന്ന് തുടക്കം കുറിച്ചത്. ശ്രീനഗറിലെയും ജമ്മുവിലെയും 2 എയിംസ് ആശുപത്രികൾക്ക് മോദി തറക്കല്ലിട്ടു. ലഡാക്കിലെ സർവകലാശാലയും ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനെതിരെ കശ്മീർ താഴ്വരയിൽ വിഘടനവാദികൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമാണ്. മഹാറാലിയിലൂടെ ബീഹാറിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. കർഷകർ മോഡി സർക്കാരിന് തിരിച്ചടി നൽകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഹെലികോപ്റ്റർ ഇറങ്ങാൻ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബംഗാളിൽ നടന്ന റാലിയെ ടെലിഫോണിലൂടെ അഭിസംബോധന ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കമിട്ട് സിപിഎമ്മും ബംഗാളിൽ മഹാറാലി സംഘടിപ്പിച്ചു. 28 വർഷങ്ങൾക്ക് ശേഷമാണ് ബീഹാറിൽ ഒരു കോൺഗ്രസ് അധ്യക്ഷൻ മഹാറാലിയിലൂടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. പ്രതിപക്ഷ നിരയുടെ ശക്തിപ്രകടനമായി മാറിയ പട്നയിലെ റാലിയിൽ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി കള്ളനാണ് എന്ന ആരോപണം ആവർത്തിച്ചു. RJD, ഹിന്ദുസ്ഥാനി അവാം മോർച്ച, ലോക് താന്ത്രിക് ജനതാദൾ, രാഷ്ട്രീയ ലോക് സമതാ പാർട്ടികൾ റാലിയിൽ പങ്കെടുത്തു. റാലിയുടെ ഭാഗമായി രാഹുലിനെ ശ്രീരാമനായും മോദിയെ രാവണനായും ചിത്രീകരിച്ച് വീണ്ടും പോസ്റ്ററുകൾ പതിച്ചത് വിവാദമായി. नरेंद्र मोदी जी जितने भाषण देने दे दो, आपने 4.5 साल में कुछ नहीं किया. आपने किसान का कर्जा माफ नहीं किया, नीरव मोदी को पैसा दिया, राफेल की चोरी की. अब जितने भाषण देने दे दो, 17 रुपए से काम नहीं बनने वाला. मध्य प्रदेश, छत्तीसगढ़, राजस्थान में नरेंद्र मोदी को इन प्रदेशों के किसान ने जवाब दे दिया है. हमें नरेंद्र मोदी नहीं चाहिए, हमें बीजेपी नहीं चाहिए, हमें कांग्रेस पार्टी चाहिए. പശ്ചിമ ബംഗാളിൽ അമിത്ഷായ്ക്ക് പിന്നാലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഹെലികോപ്റ്ററും വിലക്കി. കൊൽക്കത്തയിൽ CPIM സംഘടിപ്പിച്ച പീപ്പിൾസ് ബ്രിഗേഡ് റാലിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ബംഗാളിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ജനങ്ങൾ തിരിച്ചറിഞ്ഞതായി റാലിയെ അഭിസംബോധന ചെയ്ത് സീതാറാം യെച്ചൂരി പറഞ്ഞു. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ആഗോള കത്തോലിക്ക സഭാ അധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 3 ദിവസത്തെ UAE സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇതാദ്യമായാണ് ഒരു മാർപ്പാപ്പ അറബ് രാജ്യം സന്ദർശിക്കുന്നത്. മാനവ സാഹോദര്യ സംഗമത്തെ മാർപ്പാപ്പ അഭിസംബോധന ചെയ്യും. സന്ദർശനം മതങ്ങൾക്കിടയിൽ പുതിയ ചരിത്രം സൃഷ്ടിക്കുമെന്ന് മാർപ്പാപ്പ പറഞ്ഞു. തുടർന്ന് സെന്റ് ജോസഫ് കത്തീഡ്രൽ സന്ദർശിക്കുന്ന മാർപ്പാപ്പ രാത്രി 10:30 സയ്യിദ് സ്പോർട്സ് സ്റ്റേഡിയത്തിൽ കുർബാന അർപ്പിക്കും. കുർബാനയിൽ 1,35,000-ലധികം വിശ്വാസികൾ പങ്കെടുക്കും. കേരളത്തിൽ നിന്ന് സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, മലങ്കര കത്തോലിക്ക സഭാ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയസ് ക്ലിമീസ് കാതോലിക്ക ബാവ എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. കൊച്ചി കണ്ടെയ്നർ റോഡിൽ സ്വകാര്യ വാഹനങ്ങൾ അല്ലാത്തവയ്ക്ക് ഏർപ്പെടുത്തിയ ടോൾ പിരിവ് ആരംഭിച്ചു. പ്രതിഷേധിച്ച നാട്ടുകാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് ടോൾ പിരിവ് തുടങ്ങിയത്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന യോഗത്തിലാണ് സ്വകാര്യ വാഹനങ്ങൾ ഒഴികെയുള്ളവയ്ക്ക് ടോൾ പിരിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ രാവിലെ സംഘടിച്ചെത്തിയ നാട്ടുകാർ ടോൾ പിരിവ് നടത്താനുള്ള അധികൃതരുടെ ശ്രമം തടഞ്ഞു. പ്രതിഷേധം കനത്തതോടെ സെൻട്രൽ സിഇയുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ പോലീസ് സംഘം പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പോലീസ് നടപടി നേരിയ സംഘർഷത്തിനും ഇടയാക്കി. ടോൾ പിരിവിനെതിരെ യാത്രക്കാരും രംഗത്തെത്തി. ഇതൊക്കെ തോന്നിയ ദിവസമാണ്. ഏത് സർക്കാരാണെങ്കിലും കാണിക്കുന്ന അന്യായമാണ്. കാരണം ഈ റോഡ് ടാക്സ് എന്ന് പറഞ്ഞ് എത്ര രൂപയാണ് എടുക്കുന്നതെന്ന് ഒരു ടാക്സ് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ 6,000 ഇപ്പം ഈ കഴിഞ്ഞിടക്കും വണ്ടിക്ക് 6,000 എത്ര രൂപ അടച്ചെന്നാ. അതപ്പോൾ അത് കൂടാണ്ട് ഇങ്ങനെ വരുമ്പോൾ ഈ റോഡ് ടാക്സ് അല്ലാണ്ട് തന്നെ കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ ടോളെന്നും പറഞ്ഞിട്ട് ഒരു പരിധിയിൽ കൂടുതലാണ് വന്നത്. കഴിഞ്ഞ മാസം 24-ന് ആരംഭിക്കാനിരുന്ന ടോൾ പിരിവ് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. മുളവുകാട് സർവീസ് റോഡിന്റെ പണി പൂർത്തിയാകാതെ
ടോൾ പിരിവ് ആരംഭിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു നാട്ടുകാരുടെ നിലപാട്. ന്യൂസ് 18 കൊച്ചി. എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറിയുമായ MK മാധവൻ നായർ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം നാളെ കോട്ടയം കാരാപ്പുഴയിലെ വീട്ടുവളപ്പിൽ. ഭാഷാപോഷിണിയുടെയും മനോരമ ഇയർബുക്കിന്റെയും എഡിറ്റോറിയൽ കൺസൾട്ടന്റായിരുന്നു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മലയാറ്റൂരിൽ വീട്ടമ്മ അറസ്റ്റിൽ. ക്യാൻസർ രോഗിയായ കുട്ടിയെ ചികിത്സാ സഹായം വാഗ്ദാനം ചെയ്ത് വീട്ടിൽ താമസിപ്പിച്ചാണ് പീഡനം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. 9 വയസ്സുകാരനായ കുട്ടിയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താമെന്ന് വാഗ്ദാനം നൽകിയാണ് വിവാഹിതയായ 27 വയസ്സുകാരി രാജി കുട്ടിയെയും അമ്മയെയും മലയാറ്റൂരിലെ വീട്ടിൽ താമസിപ്പിച്ചത്. സമൂഹമാധ്യമങ്ങളിൽ ധനസഹായത്തിനുള്ള അഭ്യർത്ഥനയും നടത്തി. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് കുട്ടിയെ ഡോക്ടറുടെ അടുത്തെത്തി പരിശോധന നടത്തിയപ്പോഴാണ് പീഡനവിവരം പുറത്തറിഞ്ഞത്. എന്നാൽ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് രാജിയുടെ ഭർത്താവ് പറഞ്ഞു. ഇവിടെ മലയാറ്റൂരുള്ള പലരുടെ പേരിലും അവള് കേസ് കൊടുത്തിട്ടുണ്ട്. ഈ കേസും അതുപോലത്തെ ഒരു കേസാണ്. ഒരിക്കലും ഇങ്ങനെ ഒന്നും സംഭവില്ല. കാരണം നമുക്ക് ആ കുട്ടിയുടെ വയറ് മേല് കണ്ട് നമുക്ക് അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നതാ കൊച്ചിന്റെ വയറ്. നമുക്ക് ആർക്കെങ്കിലും അതിന് പറ്റുമോ? പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് യുവതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി.